ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന MI ഹോം സെക്യൂരിറ്റി ക്യാമറ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതൊരു കളർഫുൾ ബോക്സിലാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ക്യാമറേൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി തിരിയുന്ന ഈ ക്യാമറ 180p റെസൊല്യൂഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. 20 മെഗാ പിക്സലാണ് എൻ്റെ ക്യാമറ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യാതെ നമുക്കൊരു MIൻ്റെ ഒരു ബുക്ക് അവൈലബിൾ ആണ്. കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്, അതായത് ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു 80% പേരും വായിക്കാറില്ല, അതുകൊണ്ട് തന്നെ നമുക്കും ഇത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടൈറ്റ് പാക്കേജും കാര്യങ്ങളൊക്കെയാണ് ബോക്സ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോക്സ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് അതെന്താണെന്ന് നോക്കാം. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു കോഡ് വയറും പിന്നെ ഒരു അഡാപ്റ്ററുമാണ്, അതായത് മൊബൈൽ ചാർജറും അഡാപ്റ്ററാണ്. അപ്പോൾ നല്ലൊരു ലെങ്ത് ഉള്ള ഒരു കോഡ് വയറാണ്, നല്ലൊരു കോഡ് വയറാണ്. കാരണം നമുക്ക് ദൂരേക്കൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെയുള്ള ഒരു അഡാപ്റ്ററാണ്, അതായത് നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണ്. അതായത് ജസ്റ്റ് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവഴിയാണ് കൊടുക്കുന്നത്, കാരണം ബാറ്ററി ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പവർ ഇതുവഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എന്താ ക്യാമറ ബോക്സിൽ വന്നിരിക്കുന്നത് നോക്കാം. പിന്നെയുള്ള ഒരു ഭിത്തിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതാണ് വാൾ അഡാപ്റ്ററാണ്. ജസ്റ്റ് അത് ഭിത്തിയിൽ വെക്കുക, സ്ക്രൂ ചെയ്യാം. പിന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ ക്യാമറ. അപ്പം ക്യാമറ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ നേരം ഒരു MIൻ്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. കിടുക്കാച്ച സാധനം, കറക്റ്റ് ഷേപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ പുറകിലൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ MIൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഐക്കണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പവർ പോയിൻറ്റും പിന്നെ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതെങ്ങനെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. എല്ലാവരുടെയും പ്രശ്നമാണ് ഇതെങ്ങനെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്. അത് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് വ്യക്തമാക്കി റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് പോകാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഷോമി ഹോം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ക്യാമറേൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്യാമറ ഉള്ളതിന് ഒരൊറ്റ ക്യാമറ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മുകളിലും ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇവിടെ വിഷ്വലും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അതാണ് ഈ ക്യാമറേൻ്റെ പ്രത്യേകത. 4 ക്യാമറയ്ക്ക് ഒരൊറ്റ ക്യാമറ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ MI ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ഹോട്ട്സ്പോട്ട് ഡിവൈസ് എന്തെങ്കിലും എടുക്കുക. എനിക്കിപ്പോൾ ഹോട്ട്സ്പോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലൊരു മൊബൈൽ ഫോൺ എടുത്ത് ഡാറ്റ ഓണാക്കി ഹോട്ട്സ്പോട്ട് ഓണാക്കി. ഹോട്ട്സ്പോട്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഹോട്ട്സ്പോട്ടിന് വരെ മൊബൈൽ ഫോൺ ഡാറ്റ ഓണാക്കുകയാണ്. വീട്ടിലുള്ളൊരു മൊബൈൽ ഫോണാണ് ഇത്. അപ്പോൾ നമ്മളൊരു ഹോട്ട്സ്പോട്ടൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം. ആദ്യം തന്നെ നമുക്ക് നേരത്തെ എടുത്തൊരു അഡാപ്റ്റർ എടുക്കാൻ പരിചയപ്പെടുത്തുക. ഈ അഡാപ്റ്റർ വെച്ചാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ കോഡ് വയറും കൂടെ ജസ്റ്റ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഏത് പവർ ബാങ്ക് വെച്ച് വേണമെങ്കിലും ക്യാമറ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ കൊടുക്കാം. പവർ കൊടുക്കാൻ തന്നെ ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് 360 ഡിഗ്രി തിരിയും. അതാണ് ഈ ക്യാമറേൻ്റെ പ്രത്യേകത. നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി തിരിയുന്നതാണ്. അത് നമുക്ക് ഏത് സ്ഥലത്തോ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് വരും നമുക്ക് മൊബൈൽ ഫോണും വൈഫൈ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും 4 ക്യാമറയ്ക്ക് ഒറ്റ ക്യാമറയാക്കി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇത് മേലേക്കും താഴേക്കും പോകണം. സെൻട്രലാണ് ക്യാമറ, അടിയിലാണ് ഇപ്പോൾ മെമ്മറി കാർഡ് കൊണ്ടാണ് പറ്റിയത്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോണാണോ എടുക്കേണ്ടത് കണക്ട് ചെയ്യേണ്ട മൊബൈൽ ഫോൺ എടുക്കുക. വൈഫൈ ഓപ്പൺ ചെയ്യാം. വൈഫൈ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അസിസ്റ്റ് ഡിവൈസായ വീട്ടിൽ വെച്ച മോഡം ജസ്റ്റ് ഒന്ന് പാസ്വേഡ് വെച്ച് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം നേരെ MI ഹോം ആപ്ലിക്കേഷനിലേക്ക് പോകണം. ജസ്റ്റ് ഇപ്പോൾ കണക്റ്റായി. ജസ്റ്റ് MI ഹോം ആപ്ലിക്കേഷനിലേക്ക് പോവാം. MI ഹോം ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ കുറച്ച് ടേംസും കണ്ടീഷനും തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്യുക. എഗ്രി ചെയ്ത ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് ഏതാണോ, ഇന്ത്യ ആണോ ഇന്ത്യ, എല്ലാം കണക്ട് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് എടുക്കുക. അപ്പം കണക്റ്റഡ് ആണ്. പിന്നെ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും ചോദിക്കും. അത് സെലക്ട് ഓൺ ആക്കി നെക്സ്റ്റ് കൊടുക്കുക.
അത് കഴിയുമ്പോൾ അലവ് കൊടുക്കുക, ഫോട്ടോസും വീഡിയോസും ഒക്കെ അലവ് കൊടുക്കുക. അത് കഴിഞ്ഞ് സൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇതിപ്പോൾ MI ഫോൺ ആയതുകൊണ്ടാണ് MIൻ്റെ അക്കൗണ്ട് ആണ്, ജസ്റ്റ് സൈനിങ് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് FB വഴി ഒക്കെ കൊടുക്കാം, അതായത് ഫേസ്ബുക്കും പിന്നെ MI അക്കൗണ്ടും തുടങ്ങാം അല്ലാത്തവർക്ക്. അപ്പോൾ ഇതിപ്പോൾ MI ഫോൺ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് സൈനിങ് അതിന് ഇപ്പോൾ ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡിവൈസ് കൊടുക്കുമ്പോൾ കുറച്ച് ടേംസും ഓട്ടോ സ്കാൻ ഒക്കെ പറയും, അതൊക്കെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം MI കണക്റ്റിംഗ് ക്യാമറ വന്നിട്ടുണ്ടാകും, ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആ ഹോട്ട്സ്പോട്ട് കാണിക്കും, അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ പാസ്വേഡ് കറക്റ്റ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ നേരം ഒരു QR കോഡ് വരും. ആ QR കോഡ് ജസ്റ്റ് ഒന്ന് ക്യാമറേൻ്റെ മുമ്പിലേക്ക് സ്കാൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. ആ യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാണ്ട് അത് ബ്ലൂ ആവണം. ഇപ്പോൾ ബ്ലൂ ആയി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ക്യാമറ കണക്റ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിക്കാം. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച ശേഷം ആ ബ്ലൂ ലൈൻ ഫുള്ള് ഫില്ലാവണം. ജസ്റ്റ് ഒന്ന് ഫില്ലാവും. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഫില്ലാകട്ടെ. അതിനുശേഷം ഡൺ കൊടുത്ത് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ക്യാമറേൻ്റെ പേര് നമുക്ക് കൊടുക്കണം. അതിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ക്യാപ്ചർ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതായത് ക്യാമറേൻ്റെ പേര്. നമ്മളിപ്പോൾ വൈഫൈ നോക്കാൻ ക്യാമറേൻ്റെ പേരാണ്. ഞാൻ ക്യാപ്ചറിന് കൊടുത്തു. ക്യാപ്ചറിന് ശേഷം ഡൺ കൊടുത്തതിന് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. കുറച്ച് ശേഷം എഗ്രി കൊടുക്കുക, കുറച്ച് ടൈംസ് കഴിയും. അന്നേരം നമ്മുടെ ക്യാമറയായിട്ട് പ്രിപ്പയർ ചെയ്യണം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് അത് കഴിഞ്ഞിട്ടേക്കും വർക്ക് ചെയ്യും. അതായിട്ട് തന്നെ കാണാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കുക. അതാണ് ഈ ക്യാമറേൻ്റെ ഉപകാരം. നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ മേലേക്കാണെങ്കിൽ മേലേക്ക് ഇപ്പോൾ 360 ഡിഗ്രി റൊട്ടേഷനിലാണ്. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെയാണോ ജസ്റ്റ് നമുക്ക് പൊക്കാം. ഇതിപ്പം 3 ക്യാമറ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത്. സൂമിങ് ചെയ്യണമെങ്കിൽ സൂമിങ് ചെയ്യാം, അതായത് നമുക്ക് എങ്ങനെയാണെങ്കിൽ സൂം ചെയ്യാം. അപ്പോൾ അടിപൊളി ക്യാമറയാണ്. എനിക്ക് മേടിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു 2700 രൂപയാണ് ഇതിൻ്റെ ആമസോൺ പ്രൈസ്. നല്ലൊരു ക്യാമറയാണ്. 4 ക്യാമറ മേടിക്കുന്നതിൻ്റെ കാര്യം ഇത് മേടിക്കുന്നതാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ക്യാമറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ക്യാമറ ഉപയോഗിക്കുന്നിട്ട് 1 ക്യാമറ ഉപയോഗിക്കും. അതായത് നമ്മളിപ്പോൾ 4 ക്യാമറ സിസ്റ്റവും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഒരു 30,000-35,000 രൂപയാവും. ആ സമയത്ത് നമുക്കൊരു 2,600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാമറ പിന്നെ 4 സ്ഥലത്തേക്ക് തിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണ് ഡെയിലി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാത്രി ഒരു സൗണ്ടോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് മൊബൈൽ ഫോൺ എടുക്കുക, ജസ്റ്റ് വിഷ്വൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മളെ പുറത്തിറങ്ങുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കള്ളന്മാരെ പേടിയുള്ളവരോടാട്ടോ ഈ പറയുന്നത്, അല്ലാത്തവരുടെ കാര്യം അറിയില്ല. പക്ഷെ പേടിയുള്ളവർ ഈ ക്യാമറ എന്തായാലും മേടിക്കുക, നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. 20 മെഗാ പിക്സൽ 360 ഡിഗ്രി തിരിയുന്ന ഈ ക്യാമറ 180p റെസൊല്യൂഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇതൊരു നല്ലൊരു ക്യാമറയാണ് MIനെ സംബന്ധിച്ച്. ഇപ്പോൾ എല്ലാവരും ഈ ക്യാമറ മേടിച്ച ശേഷം ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അത് നമ്മുടെ എല്ലാ പെർമിഷനും ഓക്കെ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഈ ക്യാമറ മേടിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. അതിനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൈൻഡിങ് ഔട്ട്.